പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ ഏറെ സ്നേഹമുള്ള ശാലോമിൻ്റെ പ്രേക്ഷകരെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തു നമ്മളെല്ലാവരും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ആ സ്നേഹം നമ്മളിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് റോമിലായിരുന്നു. ഇത് 2012 മുതൽ 2019 വരെ എൻ്റെ ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട് റോമിലായിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് പത്രോസ്ലീഹായുടെയും പൗലോസ്ലീഹായുടെയും കബറിടത്തിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും അവിടെ അനേകം പിതാക്കന്മാരുടെ കബറിടമുണ്ട്. എന്നാൽ റോമിൽ വെച്ചാണ് പത്രോസ്ലീഹായും പൗലോസ്ലീഹായും രക്തസാക്ഷികളായിത്തീർന്നു. 2 കത്തീഡ്രലാണ്. ഏറ്റവും വലിയ കത്തീഡ്രലാണ് സെൻറ്റ് പോൾസ് ബസിലിക്ക, അതുപോലെ തന്നെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക നമുക്കറിയാം, അകമാന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പ അല്ലെങ്കിൽ മാർപ്പാപ്പന്മാർ താമസിക്കുന്ന സ്ഥലം കൂടിയാണ് വത്തിക്കാനിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഞാനിത് പറഞ്ഞു വരുന്നത് പത്രോസ്ലീഹായുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. എന്നുവെച്ചാൽ പത്രോസ്ലീഹ റോമിലേക്ക് വരാനുണ്ടായ കാരണങ്ങളും റോമിൽ വന്ന് അദ്ദേഹം കർത്താവിനെ പ്രതി രക്തസാക്ഷിയായി തീർന്നു. നീറോയുടെ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിൽ തലകീഴായി കൊന്ന് രക്തസാക്ഷിത്വ മരണം സ്വീകരിച്ച വ്യക്തിയാണ് പത്രോസ്ലീഹ. ആഹമാന സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പത്രോസ്ലീഹായുടെ പിൻഗാമിയാണ് അന്ത്യോക്യയിലെ പാത്രിയർക്കീസും, അതുപോലെ തന്നെയാണ് റോമിലെ മാർപ്പാപ്പായും പത്രോസ്ലീഹായുടെ പിൻഗാമിയാണ്. 2 സ്ഥലത്തും സഭ സ്ഥാപിച്ചത് പത്രോസ്ലീഹായാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കാതെ യെരുശലേം വിട്ട് പോകരുത് എന്ന് താക്കീതായിട്ട് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ കർത്താവ് നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് കൂടെ നടന്ന വ്യക്തികളാണ് 12 അപ്പോസ്തലന്മാർ. എന്നാൽ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അപ്പോസ്തലന്മാർ പ്രതീക്ഷിച്ച ഒരു ജീവിതമല്ലായിരുന്നു യേശുക്രിസ്തു വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നതും ജീവിച്ചുകൊണ്ടിരുന്നതും. ഇന്ന് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ, അത് പൗരോഹിത്യമാവട്ടെ, സന്യാസമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, ഇതെല്ലാം നമ്മൾ വളരെ എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് പ്രവേശിക്കുന്നത്. ഒരു കുഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു യുവതി യുവാക്കന്മാർ കോളേജിൽ ചെല്ലുമ്പോൾ, വൈദിക വിദ്യാർത്ഥി സെമിനാരിൽ ചെല്ലുമ്പോൾ എല്ലാം നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസാണ്. ഇതെനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. പുതിയ സ്ഥലത്ത് ജോലിക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു അധ്യാപികയായി സ്കൂളിലോ കോളേജിലോ ചെല്ലുമ്പോൾ, അങ്ങനെ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, പ്രതീക്ഷകളുണ്ട്. എന്നാൽ ഈ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് എൻ്റെ ജീവിതത്തിൽ പലതും നടന്നു കഴിയുമ്പോൾ, സംഭവിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. എനിക്ക് ചിലപ്പോൾ രോഗങ്ങളായിട്ട് മാറുന്നു, അത് ദേഷ്യമായിട്ട് മാറുന്നു, ഡിപ്രഷൻ ഉണ്ടാകും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇവിടെയും നമുക്കറിയാം, യേശുക്രിസ്തു ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിയിൽ അനേകം രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു, മുടന്തനെ സൗഖ്യപ്പെടുത്തുന്നു, ഉഷരോഗിയെ സൗഖ്യപ്പെടുത്തുന്നു, ബധിരനെ സൗഖ്യപ്പെടുത്തുന്നു, അന്ധനെ സൗഖ്യപ്പെടുത്തുന്നു, വിശന്നിരുന്നവരെ ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നു, 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തുന്നു. ഇങ്ങനെ അനേകം കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ പോകുന്നു. കൂടെ അപ്പോസ്തലന്മാരെല്ലാം ഇതിന് സാക്ഷികളാണ്. ഇങ്ങനെയെല്ലാം പോയി യേശുക്രിസ്തു അപ്പോസ്തലന്മാരോട് ചോദിക്കുന്നത്, എന്നെക്കുറിച്ച് നിങ്ങൾ എന്താണ് ഈ സമൂഹം പറയുന്നത്? മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 തൊട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, യേശുക്രിസ്തു അപ്പോസ്തലന്മാരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് എന്നെക്കുറിച്ച് ഈ ജനം പറയുന്നത്? അപ്പോൾ 16-ാം അധ്യായം 13 തൊട്ട് കാണുന്നത് 16-ലാണ് പത്രോസ്ലീഹ തൻ്റെ വിശ്വാസ പ്രഖ്യാപനം പറയുന്നത്. 13-ൽ ചോദിക്കുകയാണ്, എന്നെക്കുറിച്ച് എന്താണ് ഈ സമൂഹം പറയുന്നത്? അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, നീ ഏലിയാണ്, യോഹന്നാൻ സ്നാപകൻ പ്രവാചകനാണെന്നെല്ലാം പറയുന്നുണ്ട്, ജെറമ്യ പ്രവാചകനാണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച്? നിങ്ങൾ കുറേ ദിവസമായാലും എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി, നിങ്ങളെന്നെ ഗുരു എന്ന് വിളിക്കുന്നു,
നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളെല്ലാം പങ്കാളികളാണ്. നിങ്ങൾ അപ്പോസ്തലന്മാരെന്ന് ഞാൻ വിളിച്ചു. എന്നോട് കൂടെ ആയിരിക്കാൻ, ദൈവവചനം പറയുവാൻ വേണ്ടിയാണ് അപ്പോസ്തലന്മാരെ ദൈവം വിളിച്ചത്. നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാണ്, ക്രിസ്തുവാണ്. ഈ വിശ്വാസമാണ്, ഈ വിശ്വാസത്തിന്മേലാണ് ക്രൈസ്തവ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, പത്രോസ്ലീഹ ഏറ്റുപറഞ്ഞ വിശ്വാസം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന്മേലാണ് ക്രൈസ്തവ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. കാരണം യേശുക്രിസ്തുവാകുന്ന തലയാകുന്ന സഭയാണ് ക്രൈസ്തവ സഭ. എന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ ആത്മാവാണെന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് കാണുന്നത് യേശുക്രിസ്തു വീണ്ടും കുരിശുമരണം പ്രാപിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് ഇതൊന്നും നിനക്ക് സംഭവിക്കും. അപ്പോൾ വീണ്ടും യേശുക്രിസ്തു പത്രോസ്ലീഹായെ താക്കീത് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നു, യഹൂദന്മാർ പിടിച്ചുകൊണ്ട് പോകുന്നു, റോമൻ പടയാളികൾ പീഡിപ്പിക്കുന്നു. കാൽവരി കുരിശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ നിഷ്ഠൂരമായി കൊലയ്ക്ക് വിധിക്കപ്പെടും. അങ്ങനെ കുരിശിൽ കടന്ന് അവസാനത്തുള്ളി ഈ ഭൂമിയിലെ ദൈവജനത്തിന് വേണ്ടി ചിന്തി രക്തമൊഴുകി വാർന്നൊഴുകി മരിച്ച് അവൻ കബറടക്കപ്പെടുകയാണ്. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം അപ്പോസ്തലന്മാരോട് കൂടെ ജീവിച്ച് അവൻ സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഇരിക്കുന്നു. ഇത് സഭയുടെ വിശ്വാസമാണ്, ക്രൈസ്തവ സഭയുടെ വിശ്വാസമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഇരുന്ന് യേശുക്രിസ്തു അപ്പോസ്തലന്മാർ കൊടുത്ത ഒരു അനുഗ്രഹമാണ് ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അങ്ങനെ മറ്റൊരു സഹായകനെ വാഗ്ദാനം ചെയ്ത് ആ സഹായകനെ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം യെരൂശലേമിൽ. അങ്ങനെ കാത്തിരുന്ന 50-ാം ദിവസം പെന്തിക്കോസ്തി പെരുന്നാളിൽ സഹിയോൻ മാളികയിൽ അപ്പോസ്തല പ്രവർത്തനം 1:14, ഇതാ പരിശുദ്ധ അമ്മ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തോട് ചേർന്നിരുന്ന് അപ്പോസ്തലന്മാർ പ്രാപിച്ചു, ഇതാ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ ഇറങ്ങി വരുന്നു. അങ്ങനെ ഇറങ്ങി വന്ന അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയാണ് യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ, വചനം പ്രഘോഷിക്കുവാൻ. യേശുക്രിസ്തു ഏക ദൈവമാണെന്ന്, യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ലോകം മുഴുവനുള്ള ജനതയ്ക്ക് പറയുവാനും പഠിപ്പിക്കുവാനും തങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ ഇതാ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയി. ഓരോ അപ്പോസ്തലന്മാരും കുറിയിട്ട് പല ദേശങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും പോയി. ഇന്ത്യയിലേക്ക് തോമാസ് ലീഹായും എഴുന്നള്ളി വന്നു. തോമാസ് ലീഹായുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ ഇന്ത്യയിലെ മക്കൾ, പ്രത്യേകിച്ച് മലങ്കരയിലെ മക്കൾ സുറിയാനി മക്കളെന്ന്, സുറിയാനി ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെട്ടു. അങ്ങനെ ഓരോ അപ്പോസ്തലന്മാരും ഓരോ രാജ്യത്തേക്ക് പോയി. പത്രോസ് ലീഹായ്ക്ക് കുറി വീണത് റോമിലേക്കാണ്. അങ്ങനെ തൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പത്രോസ് ലീഹ ആ റോമിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം കാണുന്നത് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിൻ്റെ വചനത്തെ പാലിക്കുന്ന, ക്രിസ്തുവിനെ അറിയുന്ന വ്യക്തികളെയെല്ലാം പീഡിപ്പിക്കുന്ന സമയം. നീറോ ചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തിൽ ഏറ്റവും വലിയ അധിപനായി അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തെ ആരാധിക്കണം, അദ്ദേഹത്തിൻ്റെ ദൈവത്തെ, ദേവനെ ആരാധിക്കണമെന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്ന സമയത്ത് ഇതാ പത്രോസ് ലീഹ റോമിലേക്ക് പ്രവേശിക്കുകയാണ്. പത്രോസ് ലീഹയുടെ സ്വഭാവം നമുക്ക് നന്നായിട്ടറിയാം. തൻ്റെ ഗുരുവിനെ പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ച സമയത്ത് അവൻ മാറി നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ചോദിച്ചു, നീ അവൻ്റെ കൂടെയുള്ള വ്യക്തിയല്ലേ? അവനല്ലെന്ന് തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. ഒരു പെൺകുട്ടി ചോദിച്ചപ്പോൾ അവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. സുവിശേഷം പരിശോധന നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ
താൻ റോമിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് ഇതാ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസികൾ പീഡിപ്പിക്കുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ ഇടയിൽ എങ്ങനെ എനിക്ക് യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷി നിൽക്കാൻ സാധിക്കും, എനിക്ക് എങ്ങനെ ദൈവത്തെ പ്രഘോഷിക്കാൻ സാധിക്കുമെന്ന് ഭയന്ന് വിറച്ച് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം കടന്നു വന്ന് അവൻ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഒരു സ്റ്റോറി പ്രിയമുള്ളവരെ ഉണ്ട്. ആ സ്റ്റോറി പറയുന്ന ആ ഒരു വാക്കിലാണ് അറിയപ്പെടുന്നത്. ആ വാക്ക് ലാറ്റിൻ വേർഡാണ് ഡാമിനെ ക്വ വാഡിസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ആ വാക്കിനർത്ഥം ഗോഡ് വേർ ആർ യു ഗോയിങ്, ദൈവമേ നീ എങ്ങോട്ട് പോകുന്നു ഒരു ചോദ്യം. ആ ചോദ്യം ചോദിക്കുന്നത് പത്രോസ്ലീഹായാണ്, ചോദ്യം ചോദിക്കുന്നത് യേശു ക്രിസ്തുവിനോടാണ്. അങ്ങനെ ഒരു സന്ദർഭം അവിടെ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പ്രിയമുള്ളവരെ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. പത്രോസ്ലീഹ റോമിലേക്ക് പ്രവേശിക്കുന്ന ആ സമയത്ത് താൻ കാണുന്ന പീഡകളെയും നിഷ്ഠൂരമായ പീഡിപ്പിക്കുന്ന അവസ്ഥകളെയും കണ്ട് മനം മടുത്ത് തിരിച്ചു പോകുന്ന സമയത്ത് ഇതാ യേശു ക്രിസ്തു ഒരു കുരിശുമായി പത്രോസ്ലീഹയുടെ മുമ്പിൽ റോമിലേക്ക് വരികയാണ്. ഈ അവസ്ഥയിൽ പത്രോസ്ലീഹ യേശു ക്രിസ്തുവിന് ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവമേ നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ഇതാ നിനക്ക് വേണ്ടി ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. ഇതാ നിനക്ക് വേണ്ടി വീണ്ടും ക്രൂശിക്കപ്പെടാൻ ഞാൻ പോവുകയാണ്. ഈ വാക്കാണ് പത്രോസ്ലീഹായെ വീണ്ടും റോമിലേക്ക് പോകുവാനും റോമാ സാമ്രാജ്യത്തിൽ പീഡ നിലനിൽക്കുന്ന സമയത്ത് പോലും യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷി നിൽക്കുവാനും തൻ്റെ ഗുരുവിനെ കൊന്ന പോലെ എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ് തഴകീഴായി ശിരം ഛേദിച്ച് ക്രൂശിക്കപ്പെടുവാനും അവൻ തയ്യാറായത് ഈ ഒറ്റ ചോദ്യമാണ്. റോമിൽ കാറ്റക്കൂമൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് റോമിൻ്റെ അറ്റത്ത്. കാറ്റക്കൂമൻസ് എന്ന് പറഞ്ഞ സ്ഥലം ഭൂമിക്കടിയിലെ സെമിത്തേരിയാണ്. ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരെ പീഡിപ്പിച്ച് കൊന്നടക്കി അവരെ അടക്കുന്ന സ്ഥലമാണ്. ഭൂമിക്കടി കിലോമീറ്ററോളം സെമിത്തേരിയാണ് ഭൂമിക്കടിയിൽ. ആ കാറ്റക്കൂമൻസിനടുത്താണ് ഒരു പള്ളിയുണ്ട്, ഡാമിനെ ക്വ വാഡിസ് എന്ന് പറയുന്ന ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ ഒരു കാൽപ്പാടമുണ്ട്. ആ കാൽപ്പാട് യേശുക്രിസ്തുവിനെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. യേശുക്രിസ്തു അവിടെ വെച്ചാണ് പത്രോസ്ലീഹായെ കണ്ടുമുട്ടിയതും ഈ ചോദ്യം ചോദിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് യേശുക്രിസ്തു നമ്മോട് പറയുകയാണ്, ഒന്ന് നമുക്ക് ക്രിസ്തുവിനെ കാണണം. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ക്രൈസ്തവ ദൗത്യം മറന്നുകൊണ്ട് നീ ജീവിക്കുമ്പോൾ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ പാലിക്കാതെ നീ പാലിക്കേണ്ടതായ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട്, സഭ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെയും നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് നീ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതാ നിൻ്റെ മുമ്പിൽ യേശുക്രിസ്തു വീണ്ടും വരുന്നുണ്ട് കുരിശുമായി. നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? നിൻ്റെ കണ്ണുകൾ അതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ടോ? നമുക്കിത് കാണാത്തതുകൊണ്ടും നമുക്കിതറിയാത്തതുകൊണ്ടും നമ്മൾ ഇന്ന് വരെ ദൈവത്തോട് ചോദിച്ചിട്ടില്ല, ദൈവമേ നീ എങ്ങോട്ടാണ് പോകുന്നത്? എത്രയോ പ്രാവശ്യം നിനക്ക് വേണ്ടി നിൻ്റെ ദൈവം ബലിയായി തീർന്നിട്ടില്ലേ? 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാരാൽ റോമൻ പടയാളികൾ പീഡിപ്പിച്ചു കൊന്നവനായ യേശുക്രിസ്തുവിനെ ഇന്ന് ക്രൈസ്തവരായ ഞാനും നിങ്ങളും പീഡിപ്പിച്ച് കൊല്ലുന്നില്ലേ പ്രിയമുള്ളവരെ? ബലിയായി തീരേണ്ട ക്രൈസ്തവ ജീവിതങ്ങൾ ഇന്ന് എനിക്ക് ബലിയാകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തന്നെ വിളിച്ചിരിക്കുന്ന വിളിക്ക് വിരുദ്ധമായും ജീവിതം ക്രമീകരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാൻ എനിക്കിഷ്ടം, എൻ്റെ ഇഷ്ടമാണ്, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും, എന്നെ ആരും നിയന്ത്രിക്കേണ്ട, ഒരു സഭയും എന്നെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു സഭയിലും അംഗമാകത്തില്ല, എനിക്ക് പൗരോഹിത്യത്തോടോ കൂദാശകളോടോ സഭയോടോ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നീ ധിക്കരിക്കുമ്പോൾ ഇതാ യേശുക്രിസ്തുവിനെ നീ വീണ്ടും 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 ക്രൂശിക്കുകയല്ലേ പ്രിയമുള്ളവരെ? എനിക്ക് വേണ്ടി
എൻ്റെ ദൈവം എത്ര പ്രാവശ്യമാണ് ക്രൂശിക്കപ്പെടുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങളുടെ ജീവിതത്തിൽ. ഈ ചോദ്യം ഒരിക്കലെങ്കിലും എൻ്റെ ദൈവത്തോട് ചോദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദൈവമേ, നീ എങ്ങോട്ട് പോകുന്നു? വേണ്ട കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ ബലിയായി തീരാമെന്ന് തീരുമാനിച്ചതല്ലേ? അങ്ങനെയല്ലേ ഞാനൊരു ക്രൈസ്തവനായി തീർന്നു. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഈ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പാലിച്ചു കൊള്ളാമെന്ന് തീരുമാനിച്ചല്ലേ ഞാനൊരു സഭാംഗമായി തീർന്നത്. ഞാനിന്ന് നിന്നെ ആരാധിക്കുന്നതും നിന്നെ അറിയുന്നതും നീ എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും ബലിയും കൂദാശകളും എല്ലാം ഈ സഭയിലൂടെയല്ലേ? എന്നിട്ടും ഞാനിതിനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളും ഞാൻ പ്രവർത്തിച്ച രീതികളുമെല്ലാം നിന്നെ ഞാൻ വീണ്ടും 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 ക്രൂശിച്ചിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ ക്രൂശിക്കപ്പെടുവാൻ തക്ക രീതിയിലുള്ള ജീവിതം നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പത്രോസ്ലീഹായെ പോലെ ധൈര്യമായി യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷി നിൽക്കാൻ നമുക്ക് സാധിക്കും. സഭയിലെ അനേകം പിതാക്കന്മാർ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. എന്തിനിപ്പോഴും പീഡകളുടെ മധ്യത്തിൽ ജീവൻ നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ട് പോലും യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായ നിലത്ത്, ആ രാജ്യത്ത് ഇന്നും ജീവിക്കുന്നില്ലേ പ്രിയമുള്ളവർ? നമുക്കെന്തുകൊണ്ടാണ് സാധിക്കാത്തത്? നമുക്ക് വില കൊടുത്തവൻ്റെ വില മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചിന്തിയതായ ഒരു ജീവൻ, ആ ജീവൻ്റെ വില എനിക്കിപ്പോഴും ബോധ്യമില്ലാത്തതുകൊണ്ട് ഞാനിതാ എൻ്റെ ഇഷ്ടത്തിനും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ക്രമീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ സ്വരം കേൾക്കുവാൻ ദൈവം എനിക്ക് വേണ്ടി കുരിശുമായി പോകുന്ന ഒരവസ്ഥ നീ താമസിക്കുന്ന നിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ കാണും. നീ ആയിരിക്കുന്ന സഭയിൽ, നീ ആയിരിക്കുന്ന കുടുംബത്തിൽ, നീ ആയിരിക്കുന്ന സമൂഹത്തിൽ നിനക്ക് മുമ്പേ കുരിശുമായി പോകുന്ന ക്രിസ്തുവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. ഇനിയും അവൻ്റെ ശരീരത്തിൽ ആണിയടിക്കുവാൻ ഞാൻ കാരണം മുഖാന്തരമാകരുതേ എന്ന് നീ ഒരു തീരുമാനമെടുക്കണം. ഇന്ന് ക്രൈസ്തവ ജനം ചെയ്തു കൂട്ടിയതായ നീതികേടിൻ്റെയും അനീതിയുടെയും പാപത്തിൻ്റെയും ഫലമാണ് യേശുക്രിസ്തു വീണ്ടും ഈ 21-ാം നൂറ്റാണ്ടിലും ക്രൂശിക്കപ്പെടുന്നത്. അതിനൊരു മാറ്റം ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനി ക്രൈസ്തവ സഭ മക്കൾ ഒരു തീരുമാനമെടുക്കണം. പൗലോസ്ലീഹ പറഞ്ഞു, ജീവിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. ഈ സഭയിൽ അനേകം വ്യക്തികളുണ്ട്, അനേകം നേതാക്കന്മാരുണ്ട്. അവരുടെ എല്ലാം തെറ്റുകളും കുറ്റങ്ങളും മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ജീവിച്ചാൽ നമുക്ക് എവിടെയും എത്തിച്ചേരാൻ സാധിക്കില്ല പ്രിയമുള്ളവരെ. നീ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏക വ്യക്തി ക്രിസ്തുവാണ്. നീ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട്, നിൻ്റെ മുമ്പേ പോയ അനേകം പിതാക്കന്മാരുണ്ട്, അനേകം പൂർവ്വപിതാക്കന്മാരുണ്ട് നിൻ്റെ സഭയിലും നിൻ്റെ കുടുംബത്തിലും നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും. അവരുടെ എല്ലാം മധ്യത്തിൽ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടൊരു ജീവിതം നീ ക്രമപ്പെടുത്തിയാൽ, ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് തെറ്റിലേക്ക് പോയ ആളുകൾ ആര് തന്നെ ആയിക്കോട്ടെ, അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ദൈവം നിന്നോടൊപ്പമായിരിക്കും, നിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ അവൻ തയ്യാറാകും. അതുകൊണ്ട് എനിക്ക് വേണ്ടി വീണ്ടും ക്രിസ്തു ബലിയായി തീരാൻ ഇടവരുത്തരുത്, ക്രിസ്തു ക്രൂശിൽ കയറാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് നമുക്കും അപ്പോസ്തലന്മാരെ പോലെ, പത്രോസ്ലീഹായെ പോലെ, വേണ്ട കർത്താവേ, ഞാൻ പോയിക്കൊള്ളാം, നിനക്ക് വേണ്ടി ഞാൻ ബലിയായി തീർന്നുകൊള്ളാം. ഇന്ന് ക്രൈസ്തവ സഭാമക്കൾ ബലിയായി തീരേണ്ട സ്ഥലത്ത് ക്രിസ്തു വീണ്ടും വീണ്ടും ബലിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്നൊരു മാറ്റം നമുക്ക് കൊടുക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് ഞാൻ തന്നെ ബലിയായി തീരുവാൻ നമുക്ക് ദിവസങ്ങളിൽ സാധിക്കണം.
നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഏതെങ്കിലും മേഖലയിൽ ഇപ്പോഴും ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ വീണ്ടും കുരിശെടുത്തുകൊണ്ട് ഇതാ എൻ്റെ മുമ്പിലൂടെ, ഞാൻ താമസിക്കുന്ന സ്ഥലത്തൂടെ, ഞാൻ ആയിരിക്കുന്ന ദേശത്തിലൂടെ, എൻ്റെ രാജ്യത്തിലൂടെ, എൻ്റെ സഭയിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവെ, ആ കുരിശ് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, ആ കുരിശ് വഹിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു സ്വരം ഈ ദിവസങ്ങളിൽ ക്രൈസ്തവ സഭാമക്കളുടെ മധ്യത്തിൽ നിന്ന് ഉയരട്ടെ. ക്രിസ്തുവിനെ നമുക്ക് നോക്കി, ക്രിസ്തുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ വേദനകളും കർത്താവ് എടുത്തു മാറ്റട്ടെ. ഈ ദിവസം ദൈവം അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറുക. നമ്മുടെ വേദനകളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ ദുഃഖങ്ങളെ എല്ലാം എടുത്തു മാറ്റി ഒരു നല്ല ക്രൈസ്തവനായി, സാക്ഷ്യമുള്ള ക്രൈസ്തവനായി, നീതിയുള്ള ക്രൈസ്തവനായി, വിശ്വാസമുള്ള ക്രൈസ്തവനായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. ആയത് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നാം എല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. Somebody